ഇന്ത്യയുടെ ചരിത്രം ഒരു കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഈ വീഡിയോ സീരീസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. ഝാൻസി എന്ന ഒരു വലിയ പ്രദേശത്തിൻ്റെ രാജ്ഞി. ഈ ഝാൻസി റാണി ഒരു രാജകുടുംബത്തിലൊന്നുമായിരുന്നില്ല ജനിച്ചത്. 1828 നവംബർ മാസം 19 വാരണാസിയിലെ ഒരു മറാത്തി ഖാർഹഡെ ബ്രാഹ്മിൻ കുടുംബത്തിലാണ് അവർ ജനിക്കുന്നത്. അച്ഛൻ്റെ പേര് മൊറോപ്പൻ താംബെ, അമ്മ ഭഗീരഥി സാപ്രെ. ഝാൻസി റാണിക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടു. ഝാൻസി റാണി എന്നുള്ള പേര് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞാണ് അവർക്ക് കിട്ടുന്നത്. അതിനു മുമ്പ് ജനിച്ചു വീഴുന്ന ആ സമയത്ത് അവരുടെ പേര് മണികർണിക താംബെ എന്നായിരുന്നു. എല്ലാവരും സ്നേഹത്തോടെ മനു എന്ന് വിളിക്കും. 1832 വരെ മനുവിൻ്റെ അച്ഛനായ മൊറോപ്പൻ താംബെ ചിമാജി റാവുവിൻ്റെ സദസ്സിലെ ഒരു ചീഫ് അഡ്വൈസറായിരുന്നു. 1832 ചിമാജി റാവു മരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം മനുവിനെയും കൊണ്ട് ബിദൂറിലേക്ക് പോയി. ബിദൂറിൽ ഇതേ ചിമാജി റാവുവിൻ്റെ സഹോദരനുണ്ട്. സഹോദരനാണ് അവിടുത്തെ രാജാവ്, പേഷ്വാ ബാജി റാവു രണ്ടാമൻ. മനു ബിദൂറിലെത്തുമ്പോൾ അവൾക്ക് വെറും 4 വയസ്സ് മാത്രമാണ് പ്രായം. അതിസുന്ദരിയാണ്, വളരെ ഓമനത്വമുള്ള മുഖമാണ്, ഒരു കുറുമ്പിയുമാണ്. അതുകൊണ്ട് തന്നെ പേഷ്വാ ബാജി റാവു രണ്ടാമന് അവളോട് വളരെയധികം വാത്സല്യമുണ്ടായിരുന്നു. അവളെ സ്വന്തം മകളെപ്പോലെ തന്നെയാണ് അദ്ദേഹം വളർത്തിയത്. ആ രാജകൊട്ടാരത്തിനുള്ളിൽ ആണുങ്ങളോടൊപ്പമാണ് അവൾ കളിച്ച് ചിരിച്ച് വളർന്നു വന്നത്. ആണുങ്ങൾ പഠിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ അവളും പഠിച്ചു. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമൊന്നും കിട്ടില്ല, അതുകൊണ്ട് തന്നെ അവർ അക്ഷരാഭ്യാസമുള്ള ആളുകളായിരിക്കില്ല. പക്ഷേ മനു അങ്ങനെയൊന്നും ആയിരുന്നില്ല. പുരുഷന്മാർക്ക് എന്തൊക്കെ പഠിക്കാൻ സാധിക്കുമോ അതൊക്കെ മനുവിനും പഠിക്കാനുള്ള അവസരം കിട്ടി. അവൾക്ക് എഴുതാനറിയാം, അവൾക്ക് വായിക്കാനറിയാം. ആയോധന കലയിൽ അവൾ ബഹുഖേമിയുമായിരുന്നു. കൂടാതെ ആനയെ ഓടിക്കാനും കുതിരപ്പുറത്ത് യാത്ര ചെയ്യാനും ഒക്കെ അവൾക്ക് കഴിയുമായിരുന്നു. വാൾപ്പയറ്റിൽ അവിടെയുള്ള പുരുഷന്മാരെക്കാളും അവൾ കേമിയാണ്. ആ കാലഘട്ടത്തിൽ അവളോടൊപ്പം ബാല്യകാലം ചെലവഴിച്ചത് വളരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ്. നാനാ സാഹിബും ടാറ്റ്യാ തോപ്പിയും ഒക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇവർ രണ്ടുപേരും പിന്നീട് 1857 നടന്ന കലാപത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിരുന്നു. അവരോടൊപ്പം നിന്നാണ് പിന്നീട് ഝാൻസി റാണിയും പോരാടിയത്. മനുവിൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ട്. പലതും അമാനുഷികമായിട്ടുള്ള കഥകളാണ്. അതിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കഥ ശരിക്കും ഒരു കവിതയുടെ രൂപത്തിലാണ് പ്രചരിച്ചത്. ആ കവിത എഴുതിയത് സുഭദ്രകുമാരി ചൗഹാൻ എന്ന കവയത്രിയാണ്. ആ കവിത അനുസരിച്ച് ഒരിക്കൽ ബിദൂറിനുള്ളിൽ ഒരു ആനയ്ക്ക് മദമിളകി. ആന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടാൻ തുടങ്ങി. അവിടെയുള്ള ആളുകളൊക്കെ ശരിക്കും വിറച്ചുപോയി. എല്ലാം പുരുഷന്മാരാണ്. ആ പുരുഷന്മാരുടെ ഇടയിൽ ഒരു കൊച്ചു ബാലിക ഉണ്ടായിരുന്നു, നമ്മുടെ മനുവിന് ഒട്ടും തന്നെ ഭയമില്ല. അവൾ മദമിളകി നിൽക്കുന്ന ആ ആനയുടെ നേർ കോടി അതിൻ്റെ തുമ്പിക്കൈയിൽ പിടിച്ച് വലിഞ്ഞ് മുകളിലേക്ക് കയറി. അതിനുശേഷം അതിൻ്റെ 2 കൊമ്പുകളിലും തൂങ്ങി നിന്നുകൊണ്ട് ആനയെ അവൾ വിറപ്പിച്ച് നിർത്തി. ഇത് കെട്ടുകഥ മാത്രമായിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആ കാലഘട്ടത്തിൽ ബിദൂറിലുണ്ടായിരുന്ന ഏതൊരു ചെറുപ്പക്കാരനേക്കാളും ധീരയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഝാൻസി റാണി അല്ലെങ്കിൽ മനു. അത് സത്യമാണെന്ന് തെളിയിക്കുന്ന പല സംഭവങ്ങളും പിന്നീട് ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ചരിത്രം കൂടിയാണ്. മനുവിൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് സംഭവങ്ങൾ വേറെ നടന്നിട്ടുണ്ട്. അതിൽ തന്നെ ആനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം കൂടെ ഞാൻ പറയാം. നാനാ സാഹിബിന് ആ കാലഘട്ടത്തിൽ ഒരുപാട് ആനകളുണ്ട്. നാനാ സാഹിബ് എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു കൊച്ചു കുട്ടിയാണ്. പക്ഷേ സാധാരണ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അല്ല നാനാ സാഹിബ്. ആ പ്രദേശം അടക്കി ഭരിക്കുന്ന പേഷ്വാ ബാജി റാവു രണ്ടാമൻ്റെ വളർത്തുമകനാണ്. അതായത് അടുത്ത രാജാവാകാൻ പോകുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആനകളൊക്കെ ആ വ്യക്തിക്ക് സ്വന്തമായിരിക്കുമല്ലോ. ഒരിക്കൽ മനു നാനാ സാഹിബിനോട്, തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറഞ്ഞു, എനിക്ക് നിൻ്റെ ആനയുടെ പുറത്തൊന്ന് കയറി യാത്ര ചെയ്യണം. പക്ഷേ നാനാ സാഹിബ് അത് അനുവദിക്കുന്നില്ല. ആ ദേഷ്യത്തിൽ മനു തിരിച്ചു പറയുന്നത്, ഇതുപോലത്തെ 10 ആനകളെ ഞാൻ സ്വന്തമാക്കുമെന്നാണ്. അത് പിന്നീട് യാഥാർത്ഥ്യമാകാൻ അധികം വർഷങ്ങളൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. നാനാ സാഹിബിനേക്കാൾ ശക്തനായിട്ടുള്ള ഒരു രാജ്ഞിയാകാൻ, ഒരു പ്രദേശം അടക്കി ഭരിക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ പോലും ഝാൻസി റാണിക്ക് സാധിച്ചു. പേഷ്വാ ബാജി റാവു രണ്ടാമൻ ബിദൂർ ഭരിക്കുന്ന ഒരു രാജാവാണെന്ന് പറയുമ്പോൾ പോലും ഒരു രാജാവിൻ്റേതായിട്ടുള്ള ഒരു അധികാരവും പേഷ്വാ ബാജി റാവു രണ്ടാമനില്ല. ഈ ബിദൂർ എന്ന പ്രദേശത്തിൽ തന്നെ വ്യക്തിയല്ല ഇദ്ദേഹം.
ഇദ്ദേഹം ശരിക്കും മറാത്ത അടക്കി ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു. 1817 നടന്ന മൂന്നാം ആംഗ്ലോ മറാത്ത വാറിൽ അദ്ദേഹം ഇംഗ്ലീഷുകാരോട് പരാജയപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം രാജ്യം ബ്രിട്ടീഷുകാർക്ക് കൈമാറേണ്ടി വന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വെറും കൈയോടുകൂടി പറഞ്ഞു വിട്ടില്ല. അങ്ങനെയല്ല ബ്രിട്ടീഷുകാർ ആ കാലഘട്ടത്തിൽ ഈ ചക്രവർത്തിമാരെ കൈകാര്യം ചെയ്തിരുന്നത്. അവരുടെ പ്രദേശം പിടിച്ചടക്കിയതിന് ശേഷം അവർക്ക് പെൻഷൻ കൊടുക്കും. വർഷം 8 ലക്ഷം രൂപയുടെ പെൻഷനാണ് പേഷ്വ ബാജിറാവുവിന് കൊടുത്തത്. പക്ഷേ പേഷ്വ ബാജിറാവു ഇനി ഒരിക്കലും ബ്രിട്ടീഷുകാരെ ആക്രമിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മറാത്തയിൽ നിന്നും ഏകദേശം 1500 കിലോമീറ്റർ അകലെയുള്ള ഉത്തർപ്രദേശിലെ ബിദൂർ എന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടുത്തെ ഒരു ചക്രവർത്തിയാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു രാജാവാക്കി മാറ്റി. രാജാവെന്നുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ പ്രദേശം അദ്ദേഹത്തിന് കിട്ടും. ആ കിട്ടുന്ന പെൻഷനും കൊണ്ട് അവിടെ കഴിഞ്ഞു പോവുക. അതുമാത്രമാണ് അദ്ദേഹത്തിന് ഇനിയുള്ള കാലങ്ങളിൽ ചെയ്യാൻ സാധിക്കുന്നത്. അത്രയധികം അകലേക്ക് അദ്ദേഹത്തെ പറഞ്ഞു വിടാനൊരു കാരണമുണ്ട്. മറാത്തയുടെ പ്രാന്തപ്രദേശങ്ങളിലാണ് അദ്ദേഹത്തിന് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നതെങ്കിൽ അവിടെയുള്ള ആളുകളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. കാരണം അദ്ദേഹം അടക്കി ഭരിച്ചിരുന്ന ഒരു പ്രദേശമാണല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് സൈനികരെ ഉണ്ടാക്കിയെടുക്കാനും ബ്രിട്ടീഷുകാരെ ആക്രമിക്കാനും സാധിക്കും. അതുകൊണ്ടാണ് ഇത്രയും വിദൂരതയിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത്. ബിദൂറിൽ നിന്നും ഒരു 280 കിലോമീറ്റർ മാറിയുള്ള മറ്റൊരു പ്രദേശമാണ് ഝാൻസി. ഝാൻസി ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത് ഗംഗാധർ റാവു നവേൽക്കറാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു രമാഭായി. എന്നാൽ അവർ മരിച്ചുപോയെന്ന് മാത്രമല്ല, ആ രമാഭായിൽ അദ്ദേഹത്തിന് ഒരു കുട്ടി പോലുമില്ല. രമാഭായിൽ നിന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കുട്ടികളേയില്ല. കുട്ടികളില്ലെങ്കിൽ രാജ്യം അന്യം നിന്നു പോകുമെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കയ്യിലായി പോകും. അത് ഒഴിവാക്കാനായിട്ട് ഗംഗാധർ റാവു മറ്റൊരു വിവാഹം ചെയ്യണം. മറ്റൊരു വിവാഹം ചെയ്യുന്നതിനോട് ഗംഗാധർ റാവുവിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാ അഡ്വൈസേഴ്സും അദ്ദേഹത്തെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അദ്ദേഹം വിവാഹം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് ബിദൂറിലെ രാജാവായ പേഷ്വ ബാജിറാവു രണ്ടാമൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഉടൻ തന്നെ ഒരു സന്ദേശവാഹകനെ അങ്ങ് ഝാൻസിയിലേക്ക് പറഞ്ഞു വിട്ടു. ഇവിടെ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട്. സുന്ദരിയെന്ന് മാത്രമല്ല, അവൾ ബഹുഖേമിയാണ്. അവൾക്ക് എഴുതാനും വായിക്കാനും അറിയാം. ആയോധന കല നല്ല രീതിയിൽ വശമുണ്ട്. വാൾപ്പയറ്റിലും അഗ്രഗണ്യയാണ്. ഏതൊരു പുരുഷനെയും തറപറ്റിക്കാൻ അവളെ കൊണ്ട് സാധിക്കും. ഝാൻസിയുടെ ഭരണം അവളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. അല്ലെങ്കിൽ ആ രാജ്യം ഭരിക്കുന്ന രാജാവിനോടൊപ്പം നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവളെ കൊണ്ട് സാധിക്കും. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നത്. ഇവർ രണ്ടുപേരും തമ്മിൽ വലിയ പ്രായവ്യത്യാസമുണ്ട്. ഇന്ത്യൻ അക്കൗണ്ട്സ് അനുസരിച്ച് ഇവരുടെ വിവാഹം നടക്കുന്ന 1842 ലക്ഷ്മിബായിക്ക് അല്ലെങ്കിൽ മനുവിന് വെറും 7 വയസ്സ് മാത്രമാണ് പ്രായം. എന്നാൽ ബ്രിട്ടീഷ് അക്കൗണ്ട്സ് അനുസരിച്ച് അവൾക്ക് 7 വയസ്സല്ല 14 വയസ്സാണ് പ്രായം. വളരെ ഗംഭീരമായിട്ടാണ് 1842 അവരുടെ വിവാഹം ഝാൻസിയിലെ ഗണേശ ക്ഷേത്രത്തിൽ നടക്കുന്നത്. മറാത്ത സംസ്കാരമനുസരിച്ച് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യയുടെ പേര് മാറ്റിയിരിക്കണം. മണികർണിക താംബെ എന്ന പേര് മാറ്റി ലക്ഷ്മിഭായ് എന്ന പേര് സ്വീകരിച്ചു. അന്നു മുതൽ അവൾ ഝാൻസി റാണിയാണ്. ഗംഗാധർ റാവുവിന് അവളെ വളരെ കാര്യമായിരുന്നു. മറ്റുള്ള രാജാക്കന്മാർ രാജ്ഞിമാരെ ശരിക്കും ഒരു അടിമയെ പോലെയൊക്കെയാണ് ആ കാലഘട്ടങ്ങളിൽ ട്രീറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇവൾക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. തൻ്റെ അഭാവത്തിൽ രാജ്യം ഭരിക്കാനുള്ള കെൽപ്പ് അവൾ ഉണ്ടാക്കിയെടുക്കാൻ അയാൾ ബോധപൂർവം പല ഇടപെടലുകളും നടത്തി. അതിഗംഭീരമായിട്ട് ഇവൾ വാൾപ്പയറ്റുകളിലൊക്കെ ഏർപ്പെടും. അത് കണ്ടപ്പോഴാണ് ഗംഗാധർ റാവുവിന് ഒരു ആശയമുണ്ടായത്. ഇവൾ ഇത്ര കേമിയാണെങ്കിൽ ഇവിടെയുള്ള പല സ്ത്രീകൾക്കും ഇവളെപ്പോലെ തന്നെ വാൾപ്പയറ്റിൽ കേമികളാകാൻ സാധിക്കും. അല്ലെങ്കിൽ ഇവൾക്ക് അവരെ അങ്ങനെ ആക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഗംഗാധർ റാവു പുതിയൊരു നിയമം കൊണ്ടുവന്നു. രാജ്യത്ത് ആദ്യമായി സ്ത്രീകളുടെ ഒരു സൈന്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ ചീഫായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത് മനുവിനെ അല്ലെങ്കിൽ ലക്ഷ്മിഭായിയാണ്. പിന്നീട് അധികമൊന്നും ദിവസം വേണ്ടി വന്നില്ല. കരുത്തുറ്റ കുറേയധികം സ്ത്രീകളെ മികച്ച വാൾപ്പയറ്റുകാരികളാക്കി ലക്ഷ്മിഭായ് മാറ്റിയെടുത്തു. ഇവരുടെ വിവാഹം 1842 നടന്നെങ്കിലും പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ, ഒരു കൊച്ചു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഗംഗാധർ റാവു അവളോടൊപ്പം ഒരിക്കലും ശയിച്ചിട്ടില്ല. 1850 വരെ അദ്ദേഹം കാത്തിരുന്നു. അതിനുശേഷമാണ് അവർ ഒന്നിച്ച് ഒരു അറയിൽ ഉറങ്ങാൻ തുടങ്ങിയത്. പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് 1851 ഒരു ആൺകുട്ടിക്ക് അവൾ ജന്മം നൽകി.
ആ ആൺകുട്ടിയുടെ പേരാണ് ദാമോദർ റാവു. പക്ഷേ ദാമോദർ റാവുവിന് വെറും 4 മാസം മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. 4 മാസത്തിന് ശേഷം ആ കുട്ടി മരണമടഞ്ഞു. ഇത് ശരിക്കും ഗംഗാധർ റാവുവിനെ വലിയ രീതിയിലാണ് അലട്ടിയത്. തൻ്റെ രാജ്യത്തിൻ്റെ അവസ്ഥ ഇതെന്താകും? വളരെയധികം ആശിച്ചാണ് തനിക്കൊരു കുഞ്ഞുണ്ടായിരിക്കുന്നത്. ആ കുഞ്ഞിനെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നീടുള്ള ഗംഗാധർ റാവുവിൻ്റെ ജീവിതം വളരെയധികം പരിതാപകരമായിരുന്നു. ആളുകളോടൊന്ന് സംസാരിക്കാൻ പോലും അദ്ദേഹം കൂട്ടാക്കിയിരുന്നില്ല. ഇതിനിടയിൽ അദ്ദേഹത്തിന് രോഗവും ഉണ്ടായി. ഡൈസെൻട്രിയാണ്, എപ്പോഴും വയറ്റിളക്കമാണ്. എന്തോ തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ അദ്ദേഹത്തിൻ്റെ വയറ്റിലുണ്ടായതാണ്. പക്ഷേ അതെന്താണെന്ന് തിരിച്ചറിയാൻ ആ കാലഘട്ടത്തിലെ വൈദ്യന്മാർക്ക് സാധിച്ചില്ല. അദ്ദേഹം രോഗശയ്യയിലായി. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലുമല്ല പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായി. കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഈ രാജ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിലാകും. കാരണം പുതിയതായിട്ട് അധികാരമേൽക്കാൻ ഇവിടെ ഒരു വ്യക്തിയില്ല. അങ്ങനെയാണ് ഗംഗാധർ റാവു അവിടെയുള്ള മിനിസ്റ്റേഴ്സിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നത്. ഒരാളെ ദത്തെടുക്കണം, ഒരു കൊച്ചു കുട്ടിയെ. അങ്ങനെ ദത്തെടുക്കാൻ പറ്റുന്ന പാകത്തിൽ ഒരു കുട്ടിയുണ്ട്. തൻ്റെ കസിനായ വാസുദേവ് റാവുവിൻ്റെ മകൻ ആനന്ദ് റാവു. ആനന്ദ് റാവുവിന് ആ ഘട്ടത്തിൽ വെറും 5 വയസ്സ് മാത്രമാണ് പ്രായം. 1848 അവനെ ദത്തെടുത്തു. ദത്തെടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഒരു ബ്രിട്ടീഷ് ഓഫീസറെ അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ബ്രിട്ടീഷുകാരിത് അറിയണമല്ലോ. അടുത്തത് ആരായിരിക്കും രാജാവെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയിരിക്കണം. ബ്രിട്ടീഷുകാരുടെ മുൻപിൽ വെച്ച് തന്നെ അഡോപ്ഷൻ നടന്നു. അഡോപ്ഷൻ നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഗംഗാധർ റാവു മരണമടഞ്ഞു. 5 വയസ്സുള്ള ഒരു കുട്ടിയെ ദത്തെടുത്തതോടുകൂടി രാജ്യം ഇനി അന്യായപ്പെട്ടു പോകില്ലെന്ന് മാത്രമല്ല, താൻ ആഗ്രഹിച്ചതുപോലെ തൻ്റെ പ്രിയപ്പെട്ട പത്നിയായ മണികർണിക അല്ലെങ്കിൽ ലക്ഷ്മിബായി ഈ രാജ്യം ഒരു റീജൻ സ്ഥാനത്ത് നിന്ന് ഭരിക്കും. കാരണം 5 വയസ്സുള്ള കുട്ടിക്ക് ഒരിക്കലും ഭരിക്കാൻ സാധിക്കില്ലല്ലോ. ഇതൊക്കെയാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ അടുത്ത ദിവസം കുഞ്ഞ് അടുത്ത രാജാവായിട്ട് അധികാരത്തിലേറി റീജൻ സ്ഥാനത്തേക്ക് ലക്ഷ്മി ഭായിയും എത്തിച്ചേർന്നു. പക്ഷേ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. 1848 ഇന്ത്യയുടെ ഗവർണർ ജനറലായി അവരോധിതനായ ഡൽഹൌസി ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരുന്നു, ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഒരു രാജാവ് തൻ്റെ അധികാരം കൈമാറേണ്ടത് അദ്ദേഹത്തിൻ്റെ തന്നെ രക്തബന്ധത്തിൽ ജനിച്ചിട്ടുള്ള ഒരു കുട്ടിക്കായിരിക്കണം, അദ്ദേഹത്തിൻ്റെ മകനായിരിക്കണം. അദ്ദേഹത്തിന് ഒരു മകനില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ രാജ്യത്ത് പിന്നീട് അദ്ദേഹത്തിന് സ്ഥാനമില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറയ്ക്ക് പിന്നീട് എന്തെങ്കിലും പെൻഷൻ കാശൊക്കെ കൊടുക്കും. പക്ഷേ ആ രാജ്യം പൂർണ്ണമായിട്ടും പിന്നീട് ഭരിക്കാൻ പോകുന്നത് ബ്രിട്ടീഷുകാരാണ്. രാജാവ് ദത്തെടുക്കുന്ന കുട്ടി ഒരിക്കലും രാജാവിൻ്റെ ബയോളജിക്കൽ സൺ ആകില്ല. അതായത് ഇപ്പോൾ അധികാരത്തിലേറിയിരിക്കുന്ന ആനന്ദ് റാവു എന്ന ദാമോദർ റാവു ഒരിക്കലും ഒരു രാജാവാകില്ല. അതുകൊണ്ട് തന്നെ റീജൻ ഭരണത്തിലിരിക്കാൻ ലക്ഷ്മിബായിക്കും സാധിക്കില്ല. ഡൽഹൌസി ഉടനെ തന്നെ ബ്രിട്ടീഷ് റെസിഡൻ്റായ മേജർ എലീസിനെ ഝാൻസി റാണിയുടെ കൊട്ടാരത്തിലേക്ക് അയച്ചു, ഝാൻസിയിലെ ആ കോട്ടയിലേക്ക്. ആ കോട്ടയിൽ ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിലെ ഇന്ത്യൻ ട്രഡീഷൻ അനുസരിച്ച് ഒരു വൈദേശിക ശക്തിയുമായിട്ട് അല്ലെങ്കിൽ ഒരു അംബാസിഡറുമായിട്ട് ഒരു രാജ്ഞി സംസാരിക്കുകയാണെങ്കിൽ അവർക്കിടയിൽ ഒരു കർട്ടൻ അല്ലെങ്കിൽ ഒരു പർദ്ദ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കർട്ടൻ്റെ ഇടയിൽ നിന്നാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത്. മേജർ എലീസ് പറഞ്ഞു, ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് വളരെ വിഷമം തോന്നിയേക്കാം, പക്ഷേ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് ഒരിക്കലും റീജൻ്റായിട്ട് ഇവിടെ ഭരിക്കാൻ സാധിക്കില്ല. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അനുസരിച്ച് നിങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഝാൻസിയിലെ ഈ കോട്ടയിൽ നിന്നും നിങ്ങൾ ഇറങ്ങിത്തരണം. നിങ്ങൾക്ക് താമസിക്കാൻ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കി തരാം, നിങ്ങൾക്ക് പെൻഷൻ തരാം. അതിന് മറുപടിയായി ഝാൻസി റാണി ഉറക്കെ അലറി, ഒരിക്കലും എൻ്റെ ഝാൻസിയെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരില്ല. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഝാൻസി റാണിയുടെ ഒരു ക്രൈ ഔട്ടായിരുന്നു. പക്ഷേ അതൊന്നും വിലപ്പോയില്ല. ഝാൻസിക്ക് ആ കാലഘട്ടത്തിൽ സൈന്യമുണ്ട്, എന്നാൽ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ അത് തീർത്തും ദുർബലമായിട്ടുള്ള ഒരു സേനയായിരുന്നു. അതുകൊണ്ട് തന്നെ ബലപ്രയോഗത്തിലൂടെ ഝാൻസി റാണിയെ ഝാൻസി കോട്ടയിൽ നിന്നും ഇറക്കിവിട്ടു. ഝാൻസിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കൊട്ടാരമായ റാണി മഹലിലാണ് പിന്നീടുള്ള 3 വർഷക്കാലം ലക്ഷ്മിബായി താമസിക്കുന്നത്. അവിടെ അവർക്ക് ഒരു വലിയ എസ്റ്റേറ്റും ഉണ്ടായിരുന്നു. ആ എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തി വളരെ സൈലൻ്റായിട്ടാണ് പിന്നീടുള്ള 3 വർഷക്കാലം അവർ ചിലവഴിക്കുന്നത്. 3 വർഷങ്ങൾ കഴിഞ്ഞു. 1857 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര വിപ്ലവം ആരംഭിച്ചു.
അതെങ്ങനെയാണ് ആരംഭിച്ചത്, അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കുക. 1857 നടന്ന ആ ശിപ്പായി ലഹളയിലൂടെ ഡൽഹിയിലെ അധികാരം ശിപ്പായികൾ പിടിച്ചെടുത്തു. മുഗൾ ചക്രവർത്തി വീണ്ടും ബ്രിട്ടീഷുകാരുടെ മുഗൾ ആധിപത്യം പുലർത്തുന്ന ഒരു ചക്രവർത്തിയായി മാറി. അതിനുശേഷം അവർ ഇന്ത്യയിലെ വിവിധ മേഖലകളിലേക്ക് കത്തുകൾ അയച്ചു. ബ്രിട്ടീഷുകാരെ ഇനി നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല, ബ്രിട്ടീഷുകാരല്ല ഈ രാജ്യം ഭരിക്കുന്നത്. ഡൽഹിയിലെ ചക്രവർത്തി സ്ഥാനം ഇപ്പോൾ മുഗൾ ചക്രവർത്തിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഡൽഹിയിലെ അധികാര കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബ്രിട്ടീഷുകാരല്ല, മുഗൾ ചക്രവർത്തിയാണ്, ബഹദൂർ ഷാ സഫറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അരികിലുള്ള ബ്രിട്ടീഷുകാരെ എത്രയും പെട്ടെന്ന് കൊന്നു തള്ളുക. അവർക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല. ഈ കത്ത് എല്ലാ പ്രദേശങ്ങളിലുമുള്ള ഇന്ത്യൻ ശിപ്പായികൾക്കും അതുപോലെ ആ പ്രദേശങ്ങളിലെ ചീഫ്റ്റൻസിനുമൊക്കെ ലഭിച്ചു. അവിടെ ഉണ്ടായിരുന്ന പല രാജാക്കന്മാർക്കും ലഭിച്ചു. അങ്ങനെ ഝാൻസിയിലുണ്ടായിരുന്ന ഇന്ത്യൻ ശിപ്പായികളുടെ കയ്യിലേക്കും ഈ കത്ത് എത്തിച്ചേർന്നു. അതിനുശേഷം വലിയൊരു കലാപമാണ് ഝാൻസിയിൽ നടക്കുന്നത്. ആ സമയത്ത് ഝാൻസി കോട്ടയിൽ ബ്രിട്ടീഷുകാരുണ്ട്, പക്ഷേ അവർ എണ്ണത്തിൽ വളരെ വളരെ കുറവായിരുന്നു. ശിപ്പായികൾ ഒരു വലിയ കൂട്ടമായി ഝാൻസി കോട്ടയെ ആക്രമിച്ചു. അവർക്ക് ആ പ്രദേശം കീഴടക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. കുറച്ച് ബ്രിട്ടീഷ് കുടുംബങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഒളിച്ചു താമസിച്ചു. പക്ഷേ അധിക നാൾ അവർക്കങ്ങനെ ഒളിച്ചു താമസിക്കാൻ കഴിയില്ല. ഇവിടെ നിന്ന് പോകണം. പറ്റുമെങ്കിൽ അവരുടെ ബ്രിട്ടീഷ് രാജ്യത്തേക്ക് പോകണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രിട്ടീഷ് സ്വാധീനമുള്ള മേഖലയിലേക്ക് പോകണം. അങ്ങനെ ബ്രിട്ടീഷ് ഓഫീസേഴ്സും അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കീഴടക്കാൻ തീരുമാനിച്ചു. കീഴടങ്ങാൻ വേണ്ടി അവർ ചൂസ് ചെയ്യുന്നത് ജോക്കാൻ ബാഗാണ്. ആ ജോക്കാൻ ബാഗിൽ അന്ന് 60 പേരാണ് എത്തിച്ചേർന്നത്. കൊച്ചുകുട്ടികളും സ്ത്രീകളുമുണ്ട് ആ 60 പേരിൽ. ആ 60 പേരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഇന്ത്യൻ ശിപ്പായികൾ കൊന്നുകളഞ്ഞു. ഝാൻസി റാണിക്ക് അല്ലെങ്കിൽ ലക്ഷ്മിബായിക്ക് അതിലൊരു പങ്കുമില്ല. പക്ഷേ ബ്രിട്ടീഷുകാർ കരുതിയത് ഝാൻസി റാണിയാണ് ഈ 60 പേരെയും കൊന്നു തള്ളിയതെന്നാണ്. ബ്രിട്ടീഷുകാരെ ഇങ്ങനെ വകവരുത്തിയതിന് ശേഷം ശിപ്പായികൾ അവിടെ തുടർന്നൊന്നുമില്ല. അവർ പിന്നീട് ലഹളയുടെ ഭാഗമാകാനായി രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് പോയി. ചുരുക്കി പറഞ്ഞാൽ ഝാൻസി ഫോർട്ട് ഇപ്പോൾ അനാഥമാണ്. തൊട്ടടുത്ത് 1-2 അയൽ രാജ്യങ്ങളുണ്ട്, ഝാൻസിയുടെ ശത്രു രാജ്യങ്ങൾ. ആ ശത്രു രാജ്യങ്ങൾ ഇതൊരു അവസരമായിട്ടാണ് കരുതിയത്. ദതിയ, ഓർച്ച തുടങ്ങിയ 2 രാജ്യങ്ങൾ ഝാൻസിയുടെ 2 വ്യത്യസ്തമായിട്ടുള്ള ദിക്കുകളിലൂടെ ഝാൻസി പിടിച്ചടക്കാൻ ശ്രമിച്ചു. ലക്ഷ്മിബായിയുടെ മുൻപിൽ ഒരു ഓപ്ഷൻസും ഉണ്ടായിരുന്നില്ല. തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് അവരുടെ കർത്തവ്യമാണ്. അതുകൊണ്ട് തൻ്റെ പക്കലുണ്ടായിരുന്ന ഒരു ചെറിയ സേനയെ ഉപയോഗിച്ചുകൊണ്ട് ദതിയെയും ഓർച്ചയും അവർ കീഴടക്കി, ഝാൻസിയെ സ്വതന്ത്രമാക്കി. അതിനുശേഷം അവർ ബ്രിട്ടീഷുകാർക്ക് ഒരു കത്തെഴുതി. ഝാൻസിയെ സംരക്ഷിക്കേണ്ടത് എൻ്റെ അവകാശമാണ്, സംരക്ഷിച്ച് ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ എപ്പോൾ ഇങ്ങോട്ട് സൈനികരെ വിടുന്നുണ്ടോ ആ സമയം ഈ രാജ്യം നിങ്ങൾക്ക് ഞാൻ കൈമാറാം. ഝാൻസിയെ സുരക്ഷിതമായിട്ട് നിങ്ങളുടെ കയ്യിലെത്തിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അതിന് ഒരു മറുപടിയും അവർക്ക് കിട്ടിയില്ല. കാരണം ബ്രിട്ടീഷുകാർ കരുതിയിരുന്നത് ഇതൊരു ട്രാപ്പാണെന്നാണ്. കാരണം ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഝാൻസി റാണിയാണ് അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരെ കൊന്നത്. കീഴടങ്ങിയ കുട്ടികളടക്കമുള്ള ആളുകളെ പോലും ക്രൂരമായിട്ട് ഝാൻസി റാണി കൊന്നു. അതിനുള്ള പ്രതികാരം വീട്ടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ബ്രിട്ടീഷുകാർ. ഝാൻസി റാണിക്കും കാര്യങ്ങളുടെ ഗതി ഏതാണ്ട് മനസ്സിലായി. ബ്രിട്ടീഷുകാർ എപ്പോൾ വേണമെങ്കിലും ഈ പ്രദേശം ആക്രമിക്കാം. അതിനു മുമ്പ് ഈ പ്രദേശം ശരിക്കും ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ഫോർട്ടാക്കി മാറ്റാം. അതിനുവേണ്ടി അവർ പല വ്യത്യസ്തമായിട്ടുള്ള ക്യാനനുകൾ, പീരങ്കികൾ ആ കോട്ടയുടെ പല മേഖലകളിലായിട്ട് സ്ഥാപിച്ചു. കൂടുതലായിട്ട് ഫോഴ്സിനെ റിക്രൂട്ട് ചെയ്തു. പുരുഷന്മാർ കുറവായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അവർ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. അവർക്ക് പരിശീലനം കൊടുക്കാൻ തുടങ്ങി. ഒട്ടും സമയം കളയാതെ ആ രാജ്യത്തിന് മികച്ച ഒരു ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ ലക്ഷ്മിബായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ആ 10 മാസം ഝാൻസി റാണിയാണ് ഝാൻസി അടക്കി ഭരിച്ചത്. ആ കാലഘട്ടത്തിൽ ശരിക്കും ഒരു നിയമവാഴ്ച നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ മറ്റ് പല മേഖലകളിലും നിയമവാഴ്ചയൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. ഡൽഹിയിലെ അവസ്ഥയെക്കുറിച്ച്, അവിടുത്തെ കെയോട്ടിക് ഒരു സിറ്റുവേഷനെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള അരാജകത്വം ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ ശാന്തമായിട്ടാണ് ഝാൻസി റാണിക്ക് വളരെ മികച്ച രീതിയിൽ ആ പ്രദേശം ഭരിക്കാൻ സാധിച്ചത്. ഒരു ഓപ്പൺ ദർബാറായിരുന്നു. ആർക്കും എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ഒരു ജാതി മത വേർതിരിവൊന്നുമില്ലാതെ ആ ദർബാറിലേക്ക് കടന്നു ചെല്ലാം. അവിടെയുള്ള ഝാൻസി റാണിയോട് അവരുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാം.
ഝാൻസി റാണി അവിടെ കുറ്റവാളിയെ കണ്ടെത്തും, വിചാരണ നടത്തും. കുറ്റവാളിയാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ തക്കതായിട്ടുള്ള ശിക്ഷയും നടപ്പിലാക്കും. അങ്ങനെ കടന്നുപോയ 10 മാസങ്ങൾ. ആ 10 മാസങ്ങൾക്ക് ശേഷം സെൻട്രൽ ഇന്ത്യ പിടിച്ചെടുക്കാനായി ബ്രിട്ടീഷ് ആർമി ഒരു വ്യക്തിയെ നിയോഗിച്ചു. വളരെ സീസൺഡായിട്ടുള്ള ഒരു കമാൻഡറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് സർ ഹ്യൂജ് റോസ്. ഹ്യൂജ് റോസ് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് പ്രദേശങ്ങൾ കീഴടക്കുന്നതിൽ കേമനാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അദ്ദേഹം ഝാൻസിയെ ആക്രമിക്കുന്നില്ല. അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു സമയത്തിനു വേണ്ടി കാത്തിരുന്നു. ആ സമയം ഝാൻസി റാണിയും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഝാൻസി റാണിയുടെ അഡ്മിനിസ്ട്രേഷൻ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് ഒരൊറ്റ മതത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളല്ല. അതിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസ് ഉണ്ട്. പേഴ്സണൽ ബോഡി ഗാർഡ്സ് എല്ലാം മുസ്ലിങ്ങളായിരുന്നു. ഝാൻസിക്ക് തോക്കേന്തിയ ഒരു കാലാൾപ്പടയുണ്ടായിരുന്നു. ആ കാലാൾപ്പടയെ നിയന്ത്രിക്കാൻ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഗുലാം ഖൗസ് ഖാൻ എന്ന ഒരു മുസ്ലിം നേതാവുമുണ്ടായിരുന്നു. രാജ്ഞിമാർ, പ്രത്യേകിച്ചും ഹിന്ദു രാജ്ഞിമാർ ആ കാലഘട്ടങ്ങളിൽ ധരിച്ചിരുന്ന ഒരു പ്രത്യേക വേഷമുണ്ട്, മുഖമൊക്കെ മറച്ചുകൊണ്ടുള്ള ഒരു വേഷം. ആ വേഷം ഇട്ടുകൊണ്ട് ഒരിക്കലും ഒരു രാജ്ഞിക്ക് നല്ല രീതിയിൽ ഭരിക്കാൻ സാധിക്കില്ല. ഒരു രാജാവിൻ്റെ നിഴലിൽ മാത്രം നിൽക്കുന്ന ഒരു രാജ്ഞിയാണെങ്കിൽ ഇത് ബാധകമല്ല. പക്ഷേ ഝാൻസി റാണി അങ്ങനെയല്ലല്ലോ. ഝാൻസി റാണി ആ പ്രദേശം ഭരിക്കുക മാത്രമല്ല, വേണ്ടി വന്നാൽ യുദ്ധം ചെയ്ത് എതിരാളികളെ തോൽപ്പിക്കുക കൂടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുരുഷന്മാരായിട്ടുള്ള പട്ടാളക്കാർ ധരിക്കുന്ന വസ്ത്രങ്ങളാണ് ആ കാലഘട്ടങ്ങളിലൊക്കെ ഝാൻസി റാണി ധരിക്കുന്നത്. എല്ലായ്പ്പോഴും അവരുടെ കയ്യിൽ വളരെ നീളമേറിയ ഒരു തോക്കുമുണ്ടായിരുന്നു. ഹ്യൂജ് റോസ് ഝാൻസിയിലെ ആ വലിയ കോട്ടയ്ക്ക് ചുറ്റും ഒരു സംരക്ഷണം ഉണ്ടാക്കി. ആ കോട്ടയുടെ ഉള്ളിലേക്ക് ഇനി ആരും കടന്നു പോകില്ല. കോട്ടയ്ക്കുള്ളിലുള്ള ആളുകൾ ആരും ഇനി വെളിയിലേക്ക് വരില്ല. ഒരു ചെറിയ കോട്ടയാണ്. അവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. പട്ടാളക്കാരുണ്ട്, രാജ്ഞിയുണ്ട്, മറ്റ് സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്, സാധാരണ ജോലികൾ ചെയ്യുന്ന വ്യക്തികളുണ്ട്. ഇവർക്കുള്ള ഭക്ഷണമൊന്നും അവിടെ ഉണ്ടാക്കാൻ സാധിക്കില്ല, കൃഷി ചെയ്യാനായിട്ട് സാധിക്കില്ല. വെളിയിൽ കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന ധാന്യങ്ങൾ വേണം ഇവർ ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ. എന്തിനേറെ പറയണം, അവർക്കെല്ലാവർക്കും കുടിക്കാനുള്ള ജലം പോലും അവിടെ കൃത്യമായിട്ട് ഇല്ല. അധിക നാൾ അവർക്ക് ഇങ്ങനെ ആ ട്രാപ്പിൻ്റെ ഉള്ളിൽ അകപ്പെട്ട് നിൽക്കാൻ സാധിക്കില്ല. ഝാൻസിയിലെ ആ വലിയ കോട്ടയ്ക്ക് ചുറ്റിനുമായിട്ട് അല്പസ്വല്പം ഉയരമുള്ള വലിയ കുന്നുകളുണ്ട്. അതിലൊന്നാണ് കാപ്പു ടിക്രി ഹിൽ. ഈ കുന്നുകളുടെയൊക്കെ മുകളിൽ ഏറ്റവും മികച്ച ആർട്ടിലറികൾ ഹ്യൂജ് റോസ് കൊണ്ടുപോയി വെച്ചു. ആ ആർട്ടിലറികളെല്ലാം കൃത്യമായിട്ട് പോയിൻ്റ് ചെയ്യുന്നത് ഝാൻസിയിലെ ആ കോട്ടയ്ക്ക് നേർക്കാണ്. കോട്ട മതിലിനും അതിനോട് ചേർന്നുള്ള ഗേറ്റുകൾക്കും നേർക്കാണ്. ആക്രമണം അവിടെ ആരംഭിച്ചു. ആർട്ടിലറി ഷെല്ലുകൾ ശക്തമായിട്ട് പ്രയോഗിക്കപ്പെട്ടു. ആ ആർട്ടിലറി ഷെല്ലുകളൊക്കെ നേരെ പോയി പതിക്കുന്നത് ഝാൻസിയിലെ ആ കോട്ട മതിലുകൾക്ക് മേലാണ്. മതിലുകളിൽ ചെറിയ രീതിയിൽ വിള്ളലുകൾ വീണു തുടങ്ങി. അത് പെട്ടെന്ന് വീണിട്ടുള്ള വിള്ളലുകളല്ല, നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ കൊണ്ടാണ് ആ ശക്തമായിട്ടുള്ള മതിലുകളിൽ വിള്ളലുകൾ വീഴുന്നത്. പക്ഷേ ഹ്യൂജ് റോസിനെയും ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ച ഒരു കാര്യമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളായിട്ടുള്ള പട്ടാളക്കാർ അവർ ഈ വിള്ളലുകൾ വീഴുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ആ വിള്ളലുകൾ അടയ്ക്കാനായിട്ടും കൂടുതലായിട്ടും മതിലുകൾ കെട്ടിപ്പൊക്കാനും ഒക്കെ ശ്രമിച്ചു. തങ്ങളുടെ ജീവൻ എപ്പോൾ വേണമെങ്കിലും നഷ്ടമാകുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഉറപ്പോടുകൂടിയായിരുന്നു ആ സ്ത്രീകൾ ഓട്ട വീണിട്ടുള്ള മതിലുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. ഝാൻസി റാണിയുടെ സേനയ്ക്കും ശക്തമായിട്ടുള്ള പീരങ്കികൾ അല്ലെങ്കിൽ ക്യാനനുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഖറാക് ബിജലി, ഭവാനി ശങ്കർ എന്നൊക്കെയാണ് ആ പീരങ്കികളുടെ പേര്. മാർച്ച് മാസം 21-ാം തീയതി ആരംഭിച്ച യുദ്ധമാണ്. ആ യുദ്ധം ഏതാനും ദിവസങ്ങൾ കൂടി നീണ്ടുപോയി. ബ്രിട്ടീഷുകാർക്കാണ് മേൽക്കോയ്മ. അവരുടെ ആർട്ടിലറി കുറേ കൂടി ശക്തമാണ്. കൃത്യമായിട്ട് അവിടെ വിള്ളലുകൾ ഏൽപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ആ കവാട മതിലുകൾ നിലംപരിശാകുമെന്ന് എല്ലാവർക്കും ധാരണയായി. ഝാൻസി എന്നേക്കുമായി ബ്രിട്ടീഷുകാരുടെ കാൽ കീഴിൽ അകപ്പെടാൻ പോകുന്നു എന്നുള്ള സൂചന കിട്ടിത്തുടങ്ങി. പക്ഷേ ഝാൻസി അങ്ങനെയൊന്നും കീഴടങ്ങില്ലായിരുന്നു. ഝാൻസിയെ സംരക്ഷിക്കാനായി ഝാൻസിയുടെ റാണിയായ ലക്ഷ്മിബായിയുടെ ഉറ്റ സുഹൃത്ത് 20,000-ഓളം വരുന്ന ഒരു സേനയുമായി ഒരു ദിക്കിൽ നിന്നും ആ പ്രദേശത്തേക്ക് ഓടി വന്നു. താദിയ തോപ്പി എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള ഒരു ഒളിപ്പോർ നേതാവിൻ്റെ സേനയായിരുന്നു അങ്ങോട്ടെത്തിയത്. 20,000-ഓളം പേരുണ്ട്. ഇങ്ങേ സൈഡിലുള്ള ബ്രിട്ടീഷുകാരുടെ എണ്ണം വളരെ വളരെ കുറവാണ്. എങ്കിൽ പോലും ധീരനായ ഹ്യൂജ് റോസ് തൻ്റെ കയ്യിലുള്ള മൊത്തം സേനയെ 2ആയി ഡിവൈഡ് ചെയ്തു. ഒരു സേനയെ ആ ഫോർട്ട് കീഴടക്കാൻ വേണ്ടി അയച്ചു. രണ്ടാമത്തെ സേനയെ തൊട്ടടുത്തുള്ള ബീറ്റ്വ നദിയുടെ അടുത്തേക്ക് അയച്ചു. ആ നദിയുടെ അടുത്താണ് 20,000-ഓളം പേരുള്ള ഒരു വലിയ സേന എത്തിച്ചേർന്നിരിക്കുന്നത്.
ഈ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ബീറ്റ്വ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ യുദ്ധം കുറേയധികം നേരം നീണ്ടു നിന്നു. ശക്തമായിട്ടുള്ളൊരു പോരാട്ടമാണ്. ഒരു ഭാഗത്തുള്ളത് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര സൈനികരാണെങ്കിൽ മറുഭാഗത്ത് വളരെ കുറച്ച് സൈനികർ മാത്രമാണ്. പക്ഷേ അവർ വെൽ ഡിസിപ്ലിൻഡ് ആണ്. അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ വളരെയധികം അഡ്വാൻസ്ഡുമാണ്. ആ യുദ്ധത്തിൽ താദിയ തോപ്പിയുടെ സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. തങ്ങൾ തോക്കുമെന്നുള്ള ഒരു ഘട്ടം എത്തിയപ്പോൾ അവരവിടെ നിന്നും പലായനം ചെയ്തു. ഇത് ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഒരു വികാരവുമില്ലാതെ ഝാൻസി റാണി നോക്കി നിൽക്കുകയായിരുന്നു. ഏപ്രിൽ മാസം 3-ാം തീയതി ബ്രിട്ടീഷ് സൈന്യം ഝാൻസി കോട്ടയിലെ ഓർച്ച ഗേറ്റിൻ്റെ സമീപത്ത് ഒരു വലിയ ഓട്ടയുണ്ടാക്കി. ആ ഓട്ടയുടെ ഉള്ളിലൂടെ ബ്രിട്ടീഷുകാർ നുഴഞ്ഞു കയറി. മാത്രമല്ല മറ്റ് പല മേഖലകളിലും അവർ വലിയ ഏണികൾ വെച്ച് ആ ഏണികളിലൂടെ കോട്ടയ്ക്കുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചു. സ്ത്രീകൾ അതുകൊണ്ടൊന്നും വിട്ടുകൊടുത്തില്ല. അവർ തിളച്ച വെള്ളവും കല്ലും ഉപയോഗിച്ച് ആക്രമിക്കാൻ തുടങ്ങി. ചില ആളുകളൊക്കെ തിളച്ച എണ്ണ ഉപയോഗിച്ച് ആ ബ്രിട്ടീഷുകാരെ ഓടിച്ചു വിടാൻ ശ്രമിച്ചു. ഒരു പരിധിവരെ അത് വിജയിച്ചെങ്കിലും അത് അധിക നേരം നീട്ടിക്കൊണ്ടു പോകാൻ അവരെ കൊണ്ട് സാധിച്ചിരുന്നില്ല. ബ്രിട്ടീഷുകാർ ആ കോട്ടയുടെ ഉള്ളിലേക്ക് എത്തിച്ചേർന്നു. ബ്രിട്ടീഷുകാർക്ക് അടക്കാനാകാത്ത വൈരാഗ്യമാണ് ആ കോട്ടയ്ക്കുള്ളിലുള്ള ആളുകളോടുള്ളത്. കാരണം ഈ കോട്ടയിലെ ആളുകളാണ് 60ഓളം വരുന്ന അവരുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും കുട്ടികളെയും കൊന്നുകളഞ്ഞത്. അതിൻ്റെ പ്രതികാരം അവർ അവിടെ വീട്ടി. അവിടെ ഉണ്ടായിരുന്ന ആളുകളെയെല്ലാം തെരഞ്ഞു പിടിച്ച് അവർ കൊന്നു. അതൊരു രക്തക്കളമാക്കി മാറ്റി. അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾക്കെല്ലാം അവർ തീവച്ചു. അവിടെ വിലപിടിപ്പായിട്ടുണ്ടായിരുന്ന സകല വസ്തുക്കളും അവർ കയ്യേറി. ഝാൻസി റാണിയും അവർക്കെതിരെ പോരാടിയെന്ന് പല കവിതകളിലും കഥകളിലുമൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെന്ന് അറിയില്ല. ഏപ്രിൽ മാസം 4-ാം തീയതി ആയപ്പോൾ ഝാൻസി റാണിയോട് ചേർന്ന് നിൽക്കുന്ന ചില അഡ്വൈസേഴ്സ് ഉപദേശിച്ചു, ഇവിടെ നിന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല, താങ്കളെ ബ്രിട്ടീഷുകാർ കൊന്നുകളയും. എന്നാൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. വീണ്ടും ഒരു വലിയ സേനയുമായി വന്ന് ബ്രിട്ടീഷുകാരെ നിലംപരിശാക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക. ഝാൻസി റാണി വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ വളർത്തുമകനായ ദാമോദർ റാവു അല്ലെങ്കിൽ ആനന്ദ് റാവുവിനെ മുതുകിൽ ഒരു തുണി ഉപയോഗിച്ച് കെട്ടിവെച്ചു. അതിനുശേഷം തൻ്റെ പ്രിയപ്പെട്ട കുതിരയുടെ മുകളിൽ കയറിയിരുന്നു. ആ കുതിരയുമായിട്ട് അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു. ചില കഥകളിലൊക്കെ പറയുന്നത് ആ വലിയ കവാടത്തിൻ്റെ മുകളിലൂടെ അവർ ആ കുതിരയെ ചാടിച്ചു കൊണ്ടുപോയെന്നാണ്. ഒരിക്കലും ഒരു കുതിരയ്ക്കും അത്രയും വലിപ്പമുള്ള ഒരു കവാടത്തിൻ്റെ ഒരു ഫോർട്ടിൻ്റെ മുകളിലൂടെ ചാടിപ്പോകാൻ സാധിക്കില്ല. ഉറപ്പായിട്ടും ആ കോട്ടയിലെ ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ ആയിരിക്കണം അവർ ഒളിച്ച് രക്ഷപ്പെട്ടത്. പക്ഷേ ബ്രിട്ടീഷുകാർ അത് തിരിച്ചറിഞ്ഞില്ല. കാരണം ഝാൻസി റാണിയുടെ അതേ വേഷത്തിൽ ധീരയായ ഒരു വനിത ബ്രിട്ടീഷുകാർക്ക് മുൻപിൽ കീഴടങ്ങി. ജൽഖാരി ഭായ് എന്നാണ് അവരുടെ പേര്. ഹ്യൂജ് റോസ് ആദ്യഘട്ടങ്ങളിലൊക്കെ അവർ ഝാൻസി റാണിയാണെന്ന് തന്നെ വിശ്വസിച്ചു. എന്നാൽ കുറേയധികം കഴിഞ്ഞപ്പോൾ അയാൾക്ക് സത്യം ബോധ്യമായി. ഇത് ഝാൻസി റാണിയല്ല, ഇത് വെറും ഡമ്മി മാത്രമാണ്. പക്ഷേ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. ഝാൻസി റാണി ശക്തമായ വേഗതയിൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. 24 മണിക്കൂർ അവർ തുടർച്ചയായി കുതിര ഓടിച്ചു. 24 മണിക്കൂറുകൾക്ക് ശേഷം ഝാൻസിയിൽ നിന്ന് ഏതാണ്ട് 150 കിലോമീറ്റർ അകലെയുള്ള കൽപ്പി എന്ന മേഖലയിൽ അവൾ എത്തിച്ചേർന്നു. ഒപ്പം അവളുടെ പ്രിയപ്പെട്ട പുത്രനും. കൽപ്പി ആ കാലഘട്ടത്തിൽ തന്നെ പ്രശസ്തമാണ്. അതൊരു ചെറിയ ടൗണാണ്. അവിടെയാണ് കലാപകാരികളുടെ ആസ്ഥാന കേന്ദ്രം. ബ്രിട്ടീഷുകാരുടെ സാന്നിധ്യം ഒട്ടും തന്നെയില്ല. സെൻട്രൽ ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള റിബലുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് ഈ കൽപ്പിയിലാണ്. ഹ്യൂജ് റോസ് ഈ ഝാൻസി കീഴടക്കിയതോടുകൂടി എല്ലാം മതിയാക്കിയില്ല. അദ്ദേഹത്തിന് കിട്ടിയ ചുമതല സെൻട്രൽ ഇന്ത്യ പൂർണ്ണമായിട്ടും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഝാൻസിക്ക് ശേഷം അദ്ദേഹം മറ്റൊരു പ്രദേശം കീഴടക്കാനായിട്ട് ശ്രമിച്ചു. അതാണ് കൂഞ്ച്. കൂഞ്ച് മേഖല ഝാൻസിക്കും കൽപ്പിക്കും ഇടയിലുള്ള ഒരു മേഖലയാണ്. കൂഞ്ച് കീഴടക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരെ കുപ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രശസ്തമായിട്ടുള്ള കൽപ്പിയിലേക്ക് പോകാം. കൂഞ്ച് യുദ്ധത്തിൽ എല്ലാവരും കൊല്ലപ്പെട്ടില്ല. കുറേയധികം റിബലുകൾ അവിടെ നിന്ന് നേരെ കൽപ്പിയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഹ്യൂജ് റോസിന് ഇതൊരു മികച്ച അവസരമായിരുന്നു. ഇവിടെ നിന്ന് പലായനം ചെയ്തു പോയിട്ടുള്ള ആളുകളെ ഒന്ന് ട്രേസ് ചെയ്താൽ മതി. തൻ്റെ ശത്രുക്കളായിട്ടുള്ള റിബലുകൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് കൽപ്പിയെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയത്. അതിനുശേഷം കൽപ്പി കീഴടക്കാനുള്ള ആസൂത്രണങ്ങൾ അദ്ദേഹം മെനഞ്ഞുകൊണ്ടിരുന്നു. ഈ സമയം കൽപ്പിയിൽ എന്താണ് നടക്കുന്നത്? അവിടെ ഝാൻസി റാണിയുണ്ട്. ഒരു ചെറിയ പ്രദേശത്തെ രാജ്ഞിയായി ഭരിച്ചിരുന്ന അവർ
ഇപ്പോൾ രാജ്യമറിയുന്ന ഏറ്റവും പ്രശസ്തയായിട്ടുള്ള ഒരു റിബലാണ്, ഒരു റിബൽ നേതാവാണ്. അവർ മാത്രമല്ല, അവിടെ വേറെയും ഒരുപാട് സൈനികരുണ്ട്, റിബല്ലുകളുണ്ട്, ചില നേതാക്കന്മാരുമുണ്ട്. നാനാ സാഹിബിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. നാനാ സാഹിബിൻ്റെ ഒരു കസിനായ റാവു സാഹിബ് അവിടെ ഉണ്ട്, താദിയ തോപ്പിയും അവിടെയുണ്ട്. പക്ഷേ ഇവരുടെ കയ്യിലൊന്നും ആയുധങ്ങളില്ല, പണമില്ല, ഉള്ളത് അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രം. നേതാക്കന്മാർ തമ്മിലെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആർമിയാണെന്ന് ഝാൻസി റാണി വാദിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള നല്ല ഡിസിപ്ലിനുള്ള ഒരു ആർമിയെ ഉണ്ടാക്കിയെടുക്കണം. പക്ഷേ മറ്റുള്ള നേതാക്കന്മാർക്ക് അതിനോട് യോജിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവർ ഗൊറില്ല വാർഫെയറുകളാണ് നടപ്പിലാക്കുന്നത്. അവർ നിലവിൽ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജികളൊക്കെ വളരെ മികച്ചതാണ്, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതിയെന്ന് മറ്റുള്ള നേതാക്കന്മാരും വാദിച്ചുകൊണ്ടിരുന്നു. ഈ വാദങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ഹ്യൂജ് റോസ് കൽപ്പിയെ ആക്രമിക്കുന്നത്. കൽപ്പിയെ വളരെ ഈസി ആയിട്ട് തന്നെ അദ്ദേഹത്തിന് കീഴടക്കാൻ സാധിച്ചു. അവിടെ ഉണ്ടായിരുന്ന പല നേതാക്കന്മാരും റിബല്ലുകളും ഓടി രക്ഷപ്പെട്ടു. ഇപ്പോൾ അവർക്ക് ഒരു സ്ഥലം പോലുമില്ല. നേരത്തെ ഭക്ഷണമില്ല, ആയുധങ്ങളില്ല എന്നുള്ളൊരു പ്രശ്നമാണെങ്കിൽ ഇപ്പോൾ കയറിക്കിടക്കാൻ അവർക്ക് ഒരു തുണ്ട് ഭൂമി പോലുമില്ല. അവർ പല സ്ഥലങ്ങളിലായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗോപാൽപൂരിൽ വെച്ച് ഈ നേതാക്കന്മാരെല്ലാം വീണ്ടും ഒത്തുചേർന്നു. അന്ന് അവരെല്ലാവരും ഒരൊറ്റ വ്യക്തിയുടെ വാക്കുകൾക്ക് ചെവിയോർത്താണിരുന്നത്. അത് ഝാൻസി റാണിയുടെ വാക്കുകളാണ്. മുൻപ് ഝാൻസി റാണി പറഞ്ഞിരുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് അവരുടെ പ്രിയപ്പെട്ട പ്രദേശങ്ങൾ നഷ്ടമാകില്ലായിരുന്നു. അവരോടൊപ്പം കൽപ്പിയും ഉണ്ടായിരുന്നേനെ. പക്ഷേ ഇപ്പോൾ കൽപ്പിയില്ല. ഗോപാൽപൂരിൽ വെച്ച് വളരെ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഝാൻസി റാണി എടുത്തു. ഒരു പ്രദേശം കീഴടക്കണം, ഒരു കോട്ടയുള്ള പ്രദേശം. ശക്തമായിട്ടുള്ള ഒരു കോട്ട നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് നമ്മളെ കീഴടക്കാൻ അത്ര എളുപ്പമല്ല. ഇപ്പോൾ നമ്മൾ തീർത്തും ദുർബലരാണ്, പക്ഷേ കോട്ട കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദുർബലരല്ല. അങ്ങനെയാണെങ്കിൽ ഏത് കോട്ടയാണ് നമ്മുടെ കയ്യിലാകേണ്ടത്? അത് ഗ്വാളിയാർ കോട്ടയാണ്. ആ കാലഘട്ടത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള കോട്ടകൾ ഒന്നാണ് ഗ്വാളിയാർ കോട്ട. പക്ഷേ എങ്ങനെയാണ് ആ ഗ്വാളിയാർ കോട്ട കീഴടക്കുക? ആ ഗ്വാളിയാർ കോട്ട ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മഹാരാജ് സിന്ധ്യയാണ്. സിന്ധ്യ ഒരു റിബൽ രാജാവല്ല, ബ്രിട്ടീഷുകാരുടെ ഒരു അലയാണ്, ബ്രിട്ടീഷുകാരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു രാജ്യദ്രോഹിയാണ്. അങ്ങനെയാണ് ഝാൻസി റാണി ആ ഒരു മീറ്റിങ്ങിൽ അഭിപ്രായപ്പെട്ടത്. പക്ഷേ ഇതേ സിന്ധ്യയെ നമുക്ക് കീഴടക്കാം, ആ സിന്ധ്യയുടെ പട്ടാളക്കാരെ നമുക്ക് കീഴടക്കാം. അതിനൊരു തന്ത്രമുണ്ട്. ആ തന്ത്രവുമായിട്ടാണ് അവർ ഗ്വാളിയാറിലേക്ക് യാത്ര പുറപ്പെടുന്നത്. ജൂൺ മാസം 1-ാം തീയതി ആയപ്പോഴേക്കും അവർ ഗ്വാളിയാർ മേഖലയിൽ എത്തിച്ചേർന്നു. ഗ്വാളിയാറിലെ മഹാരാജാവായ സിന്ധ്യ തൻ്റെ സ്റ്റേറ്റ് ആർമിക്ക് ഉത്തരവ് കൊടുത്തു, എത്രയും പെട്ടെന്ന് അവരെ കീഴടക്കുക. സിന്ധ്യയുടേത് ശക്തമായിട്ടുള്ള ഒരു ആർമിയാണ്. അവർ അവരുടെ പക്കലുള്ള ബ്രിട്ടീഷ് നിർമ്മിതമായിട്ടുള്ള ആർട്ടിലറിയുമായി യുദ്ധമുഖത്തേക്ക് ഇറങ്ങി. ഗ്വാളിയാർ കോട്ടയോട് ചേർന്ന് കിടക്കുന്ന മൊറാർ എന്ന മേഖലയിലാണ് യുദ്ധം നടക്കുന്നത്. ആദ്യം ആക്രമിക്കുന്നത് മഹാരാജ സിന്ധ്യയുടെ ആർമിയാണ്. അവർ ആർട്ടിലറി വർഷിച്ചു, പക്ഷേ തിരിച്ചൊരു ആക്രമണവും ഉണ്ടായില്ല. അത്ഭുതപ്പെട്ടു എല്ലാവരും. എന്തുകൊണ്ടാണ് റാണി ലക്ഷ്മിബായി തിരിച്ചാക്രമിക്കാനുള്ള ഉത്തരവ് കൊടുക്കാത്തത്? റാണി ലക്ഷ്മിബായി ഒരു രീതിയിലുള്ള ആക്രമണത്തിനും ഉത്തരവ് കൊടുത്തില്ല. ഒരു ആർട്ടിലറിയും സിന്ധ്യ ആർമിയുടെ നേർക്ക് പുറപ്പെട്ടുമില്ല. പകരം പുറപ്പെട്ടത് ലക്ഷ്മിബായി മാത്രമാണ്. ലക്ഷ്മിബായി തനിച്ച് തൻ്റെ കുതിരപ്പുറത്ത് തൻ്റെ ശത്രുക്കളുടെ നേർക്ക് യാത്ര ചെയ്തു. ശത്രുക്കൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരുന്നൊരു വ്യക്തി നമ്മളെ കീഴ്പ്പെടുത്താനായിരിക്കില്ല വരുന്നത്. അവർക്കെന്തോ നമ്മളോട് പറയാനുണ്ട്. ലക്ഷ്മിബായി വളരെ ദേഷ്യത്തോടു കൂടിയാണ് സിന്ധ്യ ആർമിയുടെ മുൻപിലെത്തുന്നത്. അവരുടെ തൊട്ട് മുൻപിലെത്തിയിട്ട് അവരോട് ദേഷ്യപ്പെടുകയാണ്. ഓർക്കണം, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് 100 കണക്കിന് ശത്രു പട്ടാളക്കാരുടെ മുൻപിലേക്ക് ഒരു കുതിരപ്പുറത്ത് പോകുന്നു. എന്നിട്ട് അവരോട് ദേഷ്യപ്പെടുന്നു. നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളുടെ സഹോദരന്മാരെ ആക്രമിച്ച് കൊല്ലാൻ? നിങ്ങൾ ഇവിടെ ശരിക്കും വിജയിപ്പിക്കുന്നത് ആ ബ്രിട്ടീഷുകാരെയല്ലേ? ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ഇവിടെ കൊല്ലാനെത്തിയിരിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളോടൊപ്പം നിൽക്കുന്നില്ല? ഞങ്ങൾ പോരാടുന്നത് ഇവിടെയുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടിയാണ്. ഇന്ത്യക്കാർക്ക് മാത്രം ഭരിക്കാൻ സാധിക്കുന്ന ഒരു രാജ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ നിങ്ങൾ നിലകൊള്ളുന്നത് ആ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയാണ്. എന്തിനാണ് ഈ നാണം കെട്ട പണി നിങ്ങൾ ചെയ്യുന്നത്? ഒരു രാജ്യത്തിൻ്റെ പട്ടാളം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ പട്ടാളം യുദ്ധം ചെയ്യുന്നത് പണത്തിനു വേണ്ടി മാത്രമല്ല, ആ രാജ്യത്തിനു കൂടി വേണ്ടിയാണ്, അവരുടെ മണ്ണിനു വേണ്ടി കൂടിയാണ്. ലക്ഷ്മിബായിയുടെ ആ പ്രസംഗം ശരിക്കും ഫലം കണ്ടു.
സിന്ധ്യയുടെ പട്ടാളക്കാർക്ക് അടക്കാനാവാത്ത കുറ്റബോധമാണ് തോന്നിയത്. തങ്ങളുടെ സഹോദരന്മാരെ കൊല്ലുന്നത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയാണ്, ബ്രിട്ടീഷുകാർക്ക് ഈ രാജ്യം പങ്കിടാൻ വേണ്ടിയിട്ടാണ്. അതൊരിക്കലും നടക്കാൻ പാടില്ല. സിന്ധ്യയുടെ സൈന്യം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ മറുകട്ടം ചാടി. അവർ റിബലുകളുടെ ഭാഗമായി മാറി, അവർ തന്നെ റിബലുകളായിട്ട് മാറി. ഈ കാര്യം മനസ്സിലാക്കിയ സിന്ധ്യ അവിടെ നിന്നും നേരെ ആഗ്രയിലേക്ക് പലായനം ചെയ്തു. കാരണം ആഗ്രയിലാണ് അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും അടുത്തുള്ള മിലിറ്ററി ക്യാമ്പ് ഉണ്ടായിരുന്നത്. കാര്യങ്ങൾ അവിടെ ബോധിപ്പിച്ചു. ആ സമയത്ത് ഹ്യൂജ് റോസ് അവിടെ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ലീവിലായിരുന്നു. എന്നാൽ ലീവെല്ലാം ക്യാൻസൽ ചെയ്ത് നേരെ ഗ്വാളിയറിലേക്ക് യാത്ര പുറപ്പെടാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിന് ശക്തമായിട്ടുള്ള ഒരു സൈന്യത്തെയും അദ്ദേഹം വിന്യസിച്ചു. ഈ സമയം ഗ്വാളിയാറിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുകയാണ്. റിബൽ ലീഡേഴ്സൊക്കെ ആഘോഷിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, മദ്യം പകർന്നു കൊടുക്കുന്നു. പക്ഷേ ലക്ഷ്മിബായി അതിനൊക്കെ എതിരായിരുന്നു. ഇത് ആഘോഷിക്കേണ്ട സമയമല്ല, ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ ബ്രിട്ടീഷുകാരുടെ സൈന്യം എത്തിച്ചേരും, അവർ നമ്മളെ കീഴടക്കും, അതുവരെ പ്രതിരോധിക്കാനുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പക്ഷേ ആരും റാണി ലക്ഷ്മിബായിയെ കേൾക്കാൻ കൂട്ടാക്കിയില്ല. റാണി ലക്ഷ്മിബായിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ചെറുസേന മാത്രമാണ് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ഹ്യൂജ് റോസ് അവിടെ നിന്നും ശക്തമായിട്ടുള്ള ഒരു സേനയുമായി ഗ്വാളിയറിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. ജൂൺ മാസം 17-ാം തീയതി ആയപ്പോൾ ഗ്വാളിയാറിൻ്റെ കിഴക്കൻ മേഖലകൾ ആ സൈന്യം എത്തിച്ചേർന്നു. ഗ്വാളിയാറിൽ ആ സമയം അവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ഒരാളുണ്ടായിരുന്നു, ഝാൻസി റാണി. ഒപ്പം ഏതാനും ചില സൈനികർ മാത്രം. അവർ തങ്ങളുടെ കുതിരപ്പുറത്ത് കയറി നേരെ ബ്രിട്ടീഷ് ആർമിക്ക് നേരെ കുതിച്ചു. ബ്രിട്ടീഷുകാർ എണ്ണയാൽ ഒടുങ്ങാത്തത്രയുമുണ്ട്, എന്നാൽ ഇവർ ഏതാനും പേർ മാത്രം. അവർക്കുറപ്പായിരുന്നു തങ്ങൾ മരിക്കുമെന്ന്. പക്ഷേ തങ്ങളുടെ പക്കൽ മറ്റൊരു മാർഗവുമില്ല. ഇപ്പോൾ മികച്ചൊരവസരമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഒരു വലിയ കോട്ടയുണ്ട്, ഈ കോട്ട നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ആ ഏതാനും സൈനികർ ബ്രിട്ടീഷുകാർക്ക് നേരെ കുതിച്ചു. ആ യുദ്ധത്തിൽ ഝാൻസി റാണി ഉൾപ്പെടെയുള്ള ഝാൻസി റാണിയുടെ പ്രധാനപ്പെട്ട സൈനികർക്കൊക്കെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളേറ്റു. പക്ഷേ പരിക്കുകളേറ്റ് ബ്രിട്ടീഷുകാരുടെ കൈകൊണ്ട് ചാകാൻ അവർ കൂട്ടാക്കിയില്ല. അങ്ങനെയുള്ള ഒരു മരണം അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരവിടെ നിന്നും പലായനം ചെയ്ത് തൊട്ടടുത്തുള്ള ഒരു കുടിലിലേക്ക് പോയി. ഝാൻസി റാണിയും ഏതാനും ചില സൈനികരും. അവിടെ ഗംഗാദാസ് എന്ന് പറയുന്ന ഒരു സാധുവാണ് കഴിഞ്ഞിരുന്നത്. ആ കുടിലിൻ്റെ ഉള്ളിലായിരുന്നു ഝാൻസി റാണിയുടെ അന്ത്യനിമിഷങ്ങൾ. അവിടെ അവർക്ക് ഒരൊറ്റ കാര്യമേ പറയാനുണ്ടായിരുന്നുള്ളൂ: എൻ്റെ ശവശരീരം പോലും ബ്രിട്ടീഷുകാർക്ക് കൊടുക്കരുത്, എന്നെ ചാരമാക്കി മാറ്റണം. അവരുടെ മരണശേഷം അവരുടെ ആഗ്രഹപ്രകാരം അവരുടെ പ്രിയപ്പെട്ട പട്ടാളക്കാർ അവരുടെ ശവസംസ്കാരം നടത്തി, ശവം ദഹിപ്പിച്ചു. ഹ്യൂജ് റോസും സംഘവും പിന്നീട് ഗംഗാദാസിൻ്റെ കുടിലെത്തിച്ചേരുമ്പോൾ അവർ ഭസ്മമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആകെ കുറച്ച് ചാരം മാത്രമാണ് ഹ്യൂജ് റോസിൻ്റെ കയ്യിൽ കിട്ടിയത്. ഹ്യൂജ് റോസിന് അടക്കാനാവാത്ത ദേഷ്യം അവരോടുണ്ടായിരുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ അയാൾ അവരെ ഒരുപാട് ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഹ്യൂജ് റോസ് അവരെ പൂഴ്ത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. 1857 റെബല്യൻ ഒരൊറ്റ പുരുഷനെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. ആ പുരുഷൻ ഒരു പുരുഷനായിരുന്നില്ല, അതൊരു സ്ത്രീയായിരുന്നു. അത് റാണി ലക്ഷ്മിബായി ആയിരുന്നു. ഇന്ത്യൻ നേതാക്കളിൽ വെച്ച് തന്നെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള നേതാവ് അതേതെങ്കിലും ഒരു പുരുഷനായിരുന്നില്ല, അത് സാക്ഷാൽ ഝാൻസി റാണിയായിരുന്നു, ലക്ഷ്മിബായി ആയിരുന്നു, അല്ലെങ്കിൽ മണികർണികയായിരുന്നു. ഈ പറയുന്നത് ശത്രുവാണ്, പറയുന്നത് ഹ്യൂജ് റോസ് ആണ്. ഹ്യൂജ് റോസ് പറയുന്നത് പോലെ 1857 കലാപത്തിൽ പങ്കെടുത്തവരൊക്കെ ഭീരുക്കളായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇതാ ബ്രിട്ടീഷുകാരൻ്റെ അഭിപ്രായമാണ്. പക്ഷേ ശത്രുവായ ആ ബ്രിട്ടീഷുകാരൻ പോലും എല്ലാ ആളുകളെയും തള്ളിപ്പറഞ്ഞപ്പോഴും ഒരാളോട് മാത്രം അയാൾ ഒരല്പം സ്നേഹം പ്രകടിപ്പിച്ചു. അത് ആ ഝാൻസി റാണിയോടുള്ള സ്നേഹമായിരുന്നു, ആ ഝാൻസി റാണിയോടുള്ള ബഹുമാനമായിരുന്നു. ശത്രുക്കൾക്ക് പോലും ബഹുമാനം തോന്നിയിരുന്ന, ആദരവ് തോന്നിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഝാൻസി റാണി. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടികട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസിയായി പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ
20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ memory20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്യുക.